മലപ്പുറം പ്രത്യേക രാജ്യമത വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഭയം കാരണം സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പോലും കഴിയുന്നില്ലെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന SNDP സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദപരമായ പരാമർശങ്ങൾ. മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ എന്നും വോട്ടുകുത്തി യന്ത്രങ്ങളാണ് ജില്ലയിലെ പിന്നോക്ക വിഭാഗങ്ങളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നിങ്ങൾ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കൊന്നുമില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? നമുക്കെന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു. ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ഇരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും കൊടുത്താനില്ല. ഒരു കോളേജുണ്ടോ അവിടെ? ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത്? നമുക്ക് തൊഴിലുറപ്പുണ്ടായിരിക്കണം. അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വോട്ട് കുത്തി യന്ത്രങ്ങൾ വോട്ട് പിടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി പെങ്ങളെ അളിയ പൊന്നെ കറലെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞെല്ലാം വരും. അതും മേടിച്ച് വോട്ടും മേടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആരും ആലുവ മണത്തോളം വെച്ച് കണ്ടതായി ഭാവിക്കാറില്ല, ഒന്നും തരാറില്ല, കിട്ടാറില്ല. ഇതായിരുന്നു ആ പരാമർശങ്ങൾ. PMA സലാം ലീഗ് ജനറൽ സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PMA സലാം, വെള്ളാപ്പള്ളി നടേശന്റെ വാദങ്ങൾക്ക് എന്തെങ്കിലും കണക്കുകളുടെ പിന്തുണയുണ്ടോ എന്ന ചോദ്യമുണ്ട്. സ്വാഭാവികമായും അത്തരം പിന്തുണയില്ല എന്നതാണ് ഞങ്ങളുടെയും വിലയിരുത്തൽ. വെള്ളാപ്പള്ളി ഈ വാദം ഇപ്പോൾ ഉന്നയിച്ചത് ബോധപൂർവമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? യാതൊരു മറുപടിയും അറിയിക്കാത്ത ഒരു ജൽപ്പനം മാത്രമേ ഈ പ്രസ്താവനയെ കാണാൻ പറ്റൂ. മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നതിൽ സത്യത്തിന്റെ ഒരു കണിക പോലും ഉണ്ട് എന്ന് അരിഭക്ഷണം കഴിക്കുന്ന ഒരാളും പറയില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തെ. മലപ്പുറം ജില്ലയിൽ സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പോലും കഴിയില്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത്? ആരെങ്കിലും അതിന് പിന്തുണ നൽകുന്നുണ്ടോ? ആരെങ്കിലും അത് ശരിയാണെന്ന് പറയോ? മലപ്പുറത്തെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഈ പ്രസ്താവനയെ അവഗണിച്ച് തള്ളും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് അറിയിക്കുന്നത്, ഈ പ്രസ്താവന അറിയിക്കുന്നത് അവഗണന മാത്രമാണ്. ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വളർത്താൻ കാലാകാലങ്ങളിൽ വെള്ളാപ്പള്ളി ശ്രമിച്ചിട്ടുണ്ട്. അതിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ആ ഏർപ്പാട് നിർത്തിയിട്ടില്ല എന്നതാണ് വീണ്ടും വീണ്ടുമുള്ള പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നത്. നമുക്ക് കാത്തിരിക്കാം. സാധാരണഗതിയിൽ വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന ഇറക്കിയാൽ അതിന് 3-4 മണിക്കൂറിന്റെ ആയുസേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തന്നെ തിരുത്താറുണ്ട്. ഒന്നിലും പുറത്തു നിൽക്കുന്ന പ്രകൃതി ഇതുവരെ അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് തന്നെ അറിയാറുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യമൊക്കെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് ആവശ്യമായ വിശ്രമവും ചികിത്സയൊക്കെ കൊടുക്കുകയാണ് നല്ലത് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ കേരളത്തിലെ മതേതര ജനാധിപത്യ പൊതുസമൂഹം അവജ്ഞയോടുകൂടി അഗണ്യകോടിയിൽ തള്ളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ നന്ദി PMA സലാം പ്രതികരിച്ചത്. എന്തായാലും ഈ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ ആ തരത്തിൽ തുടർ പ്രതികരണങ്ങൾക്ക് ഇടവയ്ക്കാണ്. ശക്തമായ പ്രതിഷേധം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, വെള്ളാപ്പള്ളിയുടെ വാക്കുകളോട് മലപ്പുറത്തിന്റെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം എന്താണ്? ഇക്കാര്യത്തിൽ അവിടുത്തെ പ്രാദേശിക SNDP നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു? അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമോ?
സജിത്ത്, നമ്മൾ ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SNDPയുടെ മലപ്പുറത്തെ പ്രമുഖ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം ഇപ്പോൾ നടത്തിയാൽ ശരിയാകില്ല എന്നൊരു അഭിപ്രായമാണ് അവർ പലരും പങ്കുവച്ചത്. പകരം പ്രാദേശിക നേതാക്കളുടെ നിലമ്പൂർ മേഖലയിലെ നേതാക്കളോട് സംസാരിക്കുവാനാണ് അവർ പറഞ്ഞത്. അവരെ വ്യക്തിപരമായി പറഞ്ഞ കാര്യം, അത് തെക്ക് നിന്ന് വന്നവർക്ക് ഒരുപക്ഷെ മലപ്പുറത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാകാം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നൊരു വ്യക്തിപരമായ അഭിപ്രായമാണ് പല നേതാക്കളും പങ്കുവച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാവും ഞങ്ങൾക്കാർക്കും ആ അഭിപ്രായമില്ല എന്ന് രഹസ്യമായിട്ട് സമ്മതിക്കുക കൂടിയാണ് പലരും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ SNDPയുടെ നിലപാട് അവർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ തിരുത്തുവാനൊന്നും പ്രാദേശികമായിട്ടുള്ളവർക്കും ഇവിടെയുള്ളവർക്കും സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മൗനം ദീക്ഷിക്കുകയാണ് അവർ ഇപ്പോഴെന്ന് വേണം പറയുവാൻ. നേരത്തെ PMA സലം പറഞ്ഞതുപോലെ തന്നെ പല സാമുദായിക നേതാക്കളും ഇതിനെ അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതല്ലാതെ ആവർത്തിച്ച് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് വരുന്നതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് കുറെ കൂടി BJPക്ക് അനുകൂലമായ തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നതിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒപ്പം വെള്ളാപ്പള്ളി ചേരുന്നോ എന്ന തരത്തിലാണ് പലരും ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരം നിരീക്ഷണം നടത്തുന്നത്. കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് എന്ന ഒരു പരാമർശവും അല്ലെങ്കിൽ അത്തരം നിരീക്ഷണം നടത്തുന്നവരുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ ഇലക്ഷനൊക്കെ വരാനിരിക്കുമ്പോൾ ഈ ഒരു പ്രസ്താവന ഉണ്ടാക്കുന്ന ചില അലയൊലികൾ ഉണ്ടായിരിക്കും. അത് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നറിയില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു ആശങ്ക വിതയ്ക്കാൻ, പ്രത്യേകിച്ച് സംഘപരിവാർ നയങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നു എന്ന ആക്ഷേപം വ്യാപകമായി ഉയരുന്ന ആ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കൂടി അതിന് കൂട്ടുനിൽക്കുന്ന തരത്തിലാകുമോ എന്നൊരു അഭിപ്രായമാണ് പല നേതൃകേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിട്ടുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വൻ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ്.